ദിലീപ് കുറ്റവിമുക്തൻ എന്ന പ്രധാനപ്പെട്ട വിധി വരുന്നു. നടിയാക്രമണ കേസിൽ 8ാം പ്രതി ദിലീപിനെ കോടതി കുറ്റവിമുക്തനാക്കി. കോടതിക്ക് പുറത്ത് ആഘോഷം എന്ന പ്രധാനപ്പെട്ട വിവരം. ഇതാ പ്രേക്ഷകരെ, ആദ്യം ഈ വിവരം പ്രേക്ഷകരെ അറിയുക. ദിലീപിനെ വെറുതെ വിട്ടു. 8ാം പ്രതി ദിലീപിനെ വെറുതെ വിട്ടു എന്ന നിർണായകമായിട്ടുള്ള വിവരം ഇതാ പുറത്തു വരുന്നു. കോടതിക്ക് പുറത്ത് ആഘോഷമാണെന്ന് PB അനൂപ് ഇപ്പോഴേ എന്ന് വെച്ചാൽ നേരത്തെ തന്നെ അതിന് തയ്യാറെടുത്തിരിക്കുകയാണ് ദിലീപിന്റെ ആരാധകർ. ദിലീപിനെ വെറുതെ വിട്ടു എന്ന നിർണായകമായ വിവരം. ദിലീപിന് മേൽ ചുമത്തിയിരുന്ന ഗൂഢാലോചന കുറ്റം, ദിലീപിന് മേൽ ചുമത്തിയിരുന്ന മറ്റു കുറ്റങ്ങളൊന്നും തെളിഞ്ഞിട്ടില്ല എന്നതിന് അടിസ്ഥാനം എന്നാണ് മനസ്സിലാവുന്നത്. കാണുന്ന കാഴ്ച ഗൂഢാലോചനയ്ക്ക് തെളിവില്ല എന്ന് കോടതി കണ്ടെത്തുന്നു. അങ്ങനെ ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്നു എന്ന നിർണായകമായ വിവരം. ദിലീപിന്റെ ഫാൻസ് സംഘടിച്ചിട്ടുണ്ട് കോടതി പരിസരത്ത്. അവർ ആഘോഷം തുടങ്ങിക്കഴിയുന്നു എന്നുള്ളതാണ്. നോക്കൂ, നടിയെ ആക്രമിച്ച കേസിൽ സിനിമാ നടൻ ദിലീപ്, ജനപ്രിയ നായകൻ ദിലീപ് കുറ്റവിമുക്തനാണ് എന്ന് 8 വർഷങ്ങൾക്ക് ശേഷം കോടതി കണ്ടെത്തി ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. കോടതി കണ്ടെത്തിയിരിക്കുന്നത് ഈ പറയുന്ന ഗൂഢാലോചനയിൽ ദിലീപിന് യാതൊരുവിധ പങ്കുമില്ല. 8ാം പ്രതിയായിരുന്നു ദിലീപ്. ഗൂഢാലോചന നടത്തിയത് ദിലീപിന്റെ നേതൃത്വത്തിലായിരുന്നു എന്നാണ് വാദമുണ്ടായിരുന്നത്. അതാണ് നമ്മുടെ നാട്ടിലെ മാപ്രകളും ഏറ്റുപിടിച്ചത്. ഒരു വ്യക്തി 8 വർഷക്കാലത്തോളം ക്രൂശിക്കപ്പെട്ടു. അതിൽ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്യപ്പെട്ട് 40 ദിവസത്തിൽ മേലെ 2 മാസ കാലയളവോളം ജയിലിൽ കിടന്നു. നരകയാതന അനുഭവിച്ചു. അയാളുടെ ലൈഫും അയാളുടെ കരിയറും വെച്ച് പന്താടി. എല്ലാ കഥകൾ പ്രചരിപ്പിച്ചു. ആ കഥകളൊക്കെ ഏറ്റുപിടിക്കുവാനും എല്ലാ കഥകൾ ഉണ്ടാക്കിയെടുക്കുവാനും നേതൃത്വം നൽകിയത് നമ്മുടെ കേരളത്തിലെ മാപ്രകളല്ലേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഒരു മനുഷ്യനെ ഇങ്ങനെയധികം ക്രൂശിക്കാൻ എന്താണ് തെളിവുള്ളത്? എന്താണ് അതിന്റെ കാര്യം? കോടതി കണ്ടെത്തുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? കോടതി കണ്ടെത്തുന്നതിന് മുമ്പ് അറസ്റ്റ് ചെയ്യുന്നു. എന്തിന്റെ അടിസ്ഥാനത്തിൽ? എനിക്ക് മനസ്സിലാവാത്ത കാര്യം അതാണ്. കോടതി കണ്ടെത്തുന്നതിന് മുമ്പ് ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുന്നു. എന്നിട്ട് 8 വർഷങ്ങൾക്ക് ശേഷം അയാളെ വെറുതെ വിടുന്നു. കുറ്റക്കാരനല്ലെന്ന്. ഒരു നിരപരാധിയെ പിടിച്ച് ദിവസങ്ങളോളം ജയിലിൽ ഇട്ട് കഴിഞ്ഞിട്ടാണോ, 8 വർഷം കഴിയുമ്പോഴാണോ അയാൾ കുറ്റക്കാരനല്ലെന്ന് കണ്ടെത്തുന്നത്? ഇതിനൊക്കെ ചുക്കാൻ പിടിച്ചത് ഈ വിചാരണ നടന്നത്. കോടതിയേക്കാൾ വലിയ വിചാരണ ദിലീപ് നേരിട്ടില്ലേ? അത് എവിടെയാ നേരിട്ടത്? മാധ്യമങ്ങളിലല്ലേ നേരിട്ടത്? മാധ്യമങ്ങളിലൂടെ വലിയ വിചാരണ നടത്തിയില്ലേ നമ്മുടെ കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ? ഒരു കൂട്ടം കൂട്ടങ്ങൾ ദിലീപിനെ വേട്ടയാടിയില്ലേ? ഇവരെല്ലാം ഇനി ദിലീപിനോട് മാപ്പ് പറയണ്ടേ? നിങ്ങൾ പടച്ചുവിട്ട വാർത്തകള്, നിങ്ങൾ കെട്ടിച്ചമച്ച ഊഹാപോഹങ്ങള്, അഭ്യൂഹങ്ങള്, സെൻസേഷനുകൾ ഉണ്ടാക്കാൻ വേണ്ടി, ബ്രേക്കിങ്ങുകൾ ഉണ്ടാക്കാൻ വേണ്ടി, എക്സ്ക്ലൂസീവുകൾ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കെട്ടിച്ചമച്ച വാർത്തകള്, തലക്കെട്ടുകള്, സ്റ്റോറികള് ഒക്കെ ഒരു നിരപരാധിയായ വ്യക്തിയുടെ ജീവിതം വെച്ചാണ് പന്താടിയത്. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥ, ആ വ്യവസ്ഥ കണ്ടെത്തി പറയുകയാ അയാൾ കുറ്റക്കാരനല്ലെന്ന്. പിന്നെ എന്തിനാ അയാൾ 40-ലേറെ ദിവസം 2 മാസക്കാലത്തോളം ജയിലിൽ കിടന്നത്? എന്തിനാ അയാളെ ഇങ്ങനെ വേട്ടയാടിയത്? എന്തിനാ? അയാൾ എന്ത് കുറ്റമാണ് ചെയ്തത്? ആരെങ്കിലും വിളിച്ചു പറയുന്നതിന്റെ അടിസ്ഥാനത്തിൽ, സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരാളെ തൂക്കിയെടുത്ത് അകത്തിടുന്നതിന് മുമ്പ് ഉറപ്പ് വരുത്തേണ്ടതല്ലേ അയാൾ കുറ്റക്കാരനാണോ അല്ലേ എന്നുള്ളത്? ഒരാളെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടല്ലേ ശിക്ഷ വിധിക്കേണ്ടത്? കുറ്റക്കാരനാവുന്നതിന് മുമ്പ് ജയിൽവാസം എന്തിന്റെ അടിസ്ഥാനത്തിൽ? കുറ്റക്കാരനെന്ന് കണ്ടെത്തുന്നതിന് മുമ്പ് വിചാരണ, മാധ്യമ വിചാരണ, ക്രൂശിക്കൽ, അയാളുടെ ലൈഫും കരിയറും തകർത്തെറിഞ്ഞ ഒരു നരാധമമായ നടപടി. ഇതിനൊക്കെ ആര് ഉത്തരം പറയും? തിരിച്ചു വന്നിരിക്കുന്നത് ദിലീപാണ്. കുറ്റവിമുക്തനാക്കി അഗ്നിശുദ്ധി വരുത്തി തിരിച്ചെത്തുന്നത് ദിലീപാണെന്നുള്ള കാര്യം ആരും മറക്കണ്ട. കടിച്ച പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കാൻ കെൽപ്പുള്ളവനാണ് അയാൾ. ഇനി നിങ്ങൾ കണ്ടോ? ഇനിയാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. വിചാരണ എന്താണ്, നടപടി എന്താണ് എന്നൊക്കെ ഉള്ളത് ഇനി നിങ്ങൾ ഓരോരുത്തരും കാണാൻ പോകുന്നതേ ഉള്ളൂ. അതിൽ എസ്പെഷ്യലി മുൻപന്തിയിൽ നിൽക്കുന്നത് മാധ്യമ പ്രവർത്തകരാണ്. ഈ കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ്. കാരണം അയാളെ അത്രയധികം വേട്ടയാടാൻ,
അയാളെ വ്യക്തിഹത്യ നടത്തുവാൻ, അപമാനിക്കുവാൻ, അധിക്ഷേപിക്കുവാൻ ഒരുമ്പിട്ടിറങ്ങിയ ഒരു സംഘം അത് കേരളത്തിലെ മാധ്യമ പ്രവർത്തകരാണ്. അതിൽ ഒരുത്തനും ഒഴിഞ്ഞു മാറി നിൽക്കാൻ കഴിയില്ല. അയാളെ വിറ്റുണ്ടാക്കിയ കാശ് കൊണ്ട് നക്കി തിന്നവന്മാരാണ് ഈ കേരളത്തിലെ മാപ്രകൾ. ഇവിടെ അയാൾക്ക് ഇനി നീതി ലഭിക്കേണ്ടത് അയാൾക്കാണെന്ന് പറഞ്ഞാൽ ദിലീപിനാണ് ഇനി നീതി ലഭിക്കേണ്ടത്. ഒരു 1.5 തിരിച്ചു വരവുണ്ടാവും മക്കളെ. അതൊരു 1.5 തിരിച്ചു വരവായിരിക്കും എന്നുള്ളത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന് കാണാൻ നിങ്ങളെല്ലാവരും ഉണ്ടാകണം. ചിലതൊക്കെ പകരം ചോദിക്കാനും അയാൾക്കുണ്ട്. അയാൾ അത് ചോദിച്ചിരിക്കും. കാരണം അയാളുടെ പേര് ദിലീപ് എന്നാണ്. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഈ സമയം എന്ന് പറയുന്നത്, ഈ ദിലീപ് കുറ്റക്കാരനല്ലെന്ന കോടതി വിധി വരുന്ന ഈ സമയത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ. കാരണം ഇതേ ഒരു സമാനമായ ഒരു ബലാത്സംഗം അല്ലെങ്കിൽ പീഡന ആരോപണം ഉയർന്നിരിക്കുന്ന വ്യക്തിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലേ? ആ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ ഉള്ള എന്തെങ്കിലും ഒരു കോടതി വിധി നിലനിൽക്കുന്നുണ്ടോ? അങ്ങനെ ഏതെങ്കിലും ഒരു നിയമവ്യവസ്ഥ സംഹിത, നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു നിയമസ്ഥാപനം, ഏതെങ്കിലും ഒരു കോടതി, ജുഡീഷ്യറി ആരെങ്കിലും രാഹുൽ കുറ്റക്കാരനാണെന്നോ അല്ലെന്നോ പറഞ്ഞിട്ടുണ്ടോ? രണ്ടുമില്ല. ഇപ്പോ രണ്ടും ഇല്ലെന്നിരിക്കെ അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ, ദിലീപിനെതിരെ നടന്നതിലും വലിയ രീതിയിലുള്ള ഒരു മാധ്യമ വിചാരണ നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ ദിലീപിന്റെ ഇപ്പൊ വന്നിരിക്കുന്ന വിധി, അയാൾ കുറ്റക്കാരനല്ലെന്ന് കണ്ട് അയാളെ വെറുതെ വിടുന്നു 8 വർഷക്കാലങ്ങൾക്കിപ്പുറം. അങ്ങനെ അയാൾ കുറ്റക്കാരനല്ലെന്ന് കണ്ട് വെറുതെ വിടുമ്പോ അയാൾ ജയിലിൽ കടന്നതിനുള്ള മറുപടി ആര് പറയും? അയാൾ അനുഭവിച്ച ദുഃഖങ്ങൾക്കും വേദനകൾക്കും അയാളുടെ ലൈഫിനും കരിയറിനും ഉണ്ടായ നഷ്ടങ്ങൾക്കും ആര് മറുപടി പറയും? ആര് ഉത്തരം പറയും? അതേ ഒരു സമാന ഘട്ടത്തിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെ? സമാനമായ സ്വഭാവത്തിൽ, അല്ലെങ്കിൽ ദിലീപ് നേരിട്ടതിനേക്കാൾ വലിയ ക്രൂരതയോടുകൂടി, അല്ലെങ്കിൽ അതിനേക്കാൾ വലിയ ശക്തിയുള്ള ഒരു മാധ്യമ വിചാരണ രാഹുൽ മാങ്കൂട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നു. കേരളത്തിലെ പൊതുസമൂഹത്തിന് അതിനോട് യാതൊരുവിധ താല്പര്യവുമില്ല. കേരളത്തിലെ പൊതുസമൂഹത്തിന് അങ്ങനെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. കേരളത്തിന്റെ സമൂഹം മറ്റൊരു കാര്യങ്ങൾ പലതും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പലരുടെയും തെമ്മാടിത്തരങ്ങളുടെയും പലരുടെയും കൊള്ളയുടെയും ഒക്കെ കണക്കുകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ചില കാട്ടിക്കൂട്ടലുകൾ, അതിന്റെ ഏറ്റവും വലിയ ഇരയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. ഇവിടെ ഇപ്പോ യഥാർത്ഥത്തിൽ ഇര ആരാണ്? ദിലീപ് യഥാർത്ഥത്തിൽ ഒരു വലിയ ഇരയായിരുന്നില്ലേ? വലിയ ഒരു കൊമ്പൻ സ്രാവ്, വലിയ ഇര, അല്ലേ? അയാൾ ക്രൂശിക്കപ്പെട്ടത് 8 വർഷക്കാലത്തോളം, അതിൽ 42 മാസക്കാലത്തോളം അയാൾ ജയിലിൽ കിടക്കുന്നു. ആര് സമാധാനം പറയും? ദിലീപിനെതിരെ നടന്നതിനേക്കാൾ വലിയ ഒരു ക്രൂശിക്കൽ അല്ലെങ്കിൽ മാധ്യമ വിചാരണ ഇപ്പൊ രാഹുൽ മാങ്കൂട്ടം നേരിട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതി അയാളുടെ ജാമ്യം നിഷേധിച്ചപ്പോ, മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയപ്പോ ആഘോഷിച്ചവരും അതിനെ ഏറ്റുപിടിച്ച് കലിതുള്ളി ആക്രോശങ്ങൾ നടത്തിയതുമായ മാപ്രകൾ, നിങ്ങൾ കാണേണ്ട, നിങ്ങൾ പാഠം ഉൾക്കൊള്ളേണ്ട ചില വിഷയങ്ങളാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. ഇതിനേക്കാൾ വലിയ രീതിയിൽ ദിലീപ് ജയിലിലേക്ക് പോയപ്പോ, അയാളെ അറസ്റ്റ് ചെയ്തപ്പോ അതിനെ ആഘോഷിച്ച മാപ്രകൾക്ക് ഇന്ന് എന്താണ് പറയാനുള്ളത്? കോടതി അന്വേഷണങ്ങൾ കഴിഞ്ഞു, വിചാരണ കഴിഞ്ഞു, വാദങ്ങളും പ്രതിവാദങ്ങളും കഴിഞ്ഞു, എല്ലാ ഉദ്വേഗ നിമിഷങ്ങളും കടന്നു. അവസാനം കോടതി വിധി കൽപ്പിക്കുന്നു അയാൾ കുറ്റക്കാരനല്ലെന്ന്. ഇതേ സമാനമായ രീതിയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ നടക്കുന്നത്? അയാളെ എത്ര വലിയ രീതിയിലുള്ള വേട്ടയാടലുകളാണ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ദിലീപ് കഴിഞ്ഞപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലേ? അങ്ങനെയല്ലേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്? അതാണല്ലോ നടക്കുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണങ്ങളിലും അതിന്റെ കേസും വാദങ്ങളും പ്രതിവാദങ്ങളും ഒക്കെ കഴിഞ്ഞ് അവസാനം വർഷങ്ങൾക്ക് ശേഷം വിധി വരുമ്പോ അന്ന് ഇതുപോലെ രാഹുൽ മാങ്കൂട്ടം നിരപരാധിയാണ് എന്ന്, കുറ്റക്കാരനല്ല എന്ന് കോടതി കണ്ടെത്തി കഴിഞ്ഞാൽ ഇന്ന് ഈ പടച്ചുവിടുന്ന വാർത്തകൾക്കും ഇന്ന് ഈ പടച്ചുവിടുന്ന ആക്രോശങ്ങൾക്കും മാധ്യമ വിചാരണകൾക്കും അവർക്ക് എന്താണെന്ന് മറുപടി പറയാനുണ്ടാവുക? അന്നവർ രാഹുലിന്റെ കുണ്ടി നക്കി കൊടുക്കുമോ? അന്നവർ രാഹുലിന്റെ കാല് നക്കി കൊടുക്കുമോ? ചോദ്യങ്ങൾ ഇനിയും ബാക്കിയാണ്. ദിലീപ് അനുഭവിച്ച അതേ രീതിയിലുള്ള അല്ലെങ്കിൽ അതിലേറെ
അതിലേറെ വലിയ പ്രതിസന്ധി ഘട്ടത്തിലൂടെയാണ് രാഹുൽ മാങ്കൂട്ടവും കടന്നു പോകുന്നത്. ഇന്നിപ്പോ ഒരു ജയിൽവാസം കഴിഞ്ഞ് 8 വർഷക്കാലങ്ങൾക്ക് ഇപ്പുറം ദിലീപ് കുറ്റക്കാരനല്ലെന്ന് കോടതി പറയുമ്പോ അന്ന് മാധ്യമ വിചാരണ നടത്തിയവർ, അന്ന് ദിലീപിനെതിരെ ആക്രോശങ്ങൾ നടത്തിയവർ, അന്ന് അതിനെ ആഘോഷിച്ചവർ, ദിലീപിനെതിരെ സ്റ്റോറികൾ പടച്ചുവിട്ടവർ, ദിലീപിനെതിരെ വാ തുറന്നവർ, അവരൊക്കെ ഇന്ന് എന്ത് സമാധാനം പറയും? അതോ കോടതിയും ദിലീപിനൊപ്പം നിന്നു എന്നാണോ നിങ്ങൾ പറയാൻ പോകുന്നത്? അങ്ങനെയാണെങ്കിൽ അത് നിങ്ങൾ തുറന്ന് പറയണം. നിങ്ങളുടെ സ്റ്റാൻഡ് ഇപ്പൊ എന്താണെന്ന് പറയണം. ഞങ്ങൾക്ക് തെറ്റുപറ്റി, നിരുപാധികം മാപ്പ് പറയുന്നു എന്ന് മാപ്രകൾ പറയണം. കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയണം. കാരണം ഇവരാണ് ദിലീപിനെ അധിക്ഷേപിച്ചവർ, ഇവരാണ് ദിലീപിനെതിരെ മാധ്യമ വിചാരണ നടത്തിയവർ. അവർ ആ തെറ്റേറ്റി പറയാൻ ഇവരൊക്കെ ബാധ്യസ്ഥരാണ്. അതല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞതാണ് ശരിയെങ്കിൽ, നിങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ കോടതി ദിലീപിനൊപ്പം നിന്നു, കോടതിക്ക് തെറ്റുപറ്റി എന്ന് നിങ്ങൾ ഇപ്പൊ പറയണം. അതല്ലേ നിങ്ങൾ ചെയ്യേണ്ടത്. അപ്പോ ഒരു നിരപരാധിയായ വ്യക്തി, അയാളെ ക്രൂശിച്ച് അയാളെ വിറ്റ് കാശുണ്ടാക്കി അത് നക്കി മൃഷ്ടാന്നം മിണ്ണി മുഴുകിയിട്ട് അത് വയറ് നിറച്ച് കുമ്പ വീർപ്പിച്ച് നടക്കുന്നവര് രണ്ടിലൊന്ന് പറഞ്ഞേ മതിയാകൂ. ഇത് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിലും സംഭവിക്കുന്നത്. അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കടന്നുകൊണ്ടുള്ള മാധ്യമ വിചാരണയാണ് രാഹുൽ മാങ്കൂട്ടവും ഇപ്പൊ നേരിട്ടുകൊണ്ടിരിക്കുന്നത്.